വെൽക്കം വൺസ് അഗൈൻ ടു കെടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡി സി മോട്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കണ്ടു. അടുത്തത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 സിലബസ് എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് ആദ്യം നമുക്ക് അറിയേണ്ടത് അതൊരു എ സി മെഷീനാണ്. ഓക്കെ, എ സി മെഷീനിൽ റൊട്ടേറ്റിംഗ് അല്ലാത്ത ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ. ബാക്കിയുള്ള എല്ലാ മെഷീൻസും എ സിയിലെ എല്ലാ മെഷീൻസും റൊട്ടേറ്റിംഗ് ടൈപ്പാണ്. ട്രാൻസ്ഫോമർ മാത്രമാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. സോ ട്രാൻസ്ഫോമർ ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ട്രാൻസ്ഫോമറിൽ മെയിൻ ആയിട്ട് നമുക്ക് വോൾട്ടേജും കറണ്ടും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രാൻസ്ഫോമറിൽ നമ്മൾ ചേഞ്ച് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. എന്നാൽ അപ്പാരന്റ് പവറും അതുപോലെ തന്നെ ആ മെഷീൻ്റെ ഫ്രീക്വൻസിയും ഒരിക്കലും മാറില്ല. എപ്പോഴും പവറും ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. മാറുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടാണ് മാറുക. ഇതാണ് അതിൻ്റെ ഒരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ എല്ലാ സർക്യൂട്ടിലും റെപ്രസെന്റ് ചെയ്യാം. V1 എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ആണ്. E1 എന്ന് വെച്ചാൽ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജും E2 ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് ആണ്. V2 നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് ആണ്. E1 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. E2 എന്ന് പറയുന്നത് മ്യൂച്വൽ ആണ്. മ്യൂച്വലി ഇൻഡ്യൂസ് ചെയ്ത EMF ആണ് E2. ട്രാൻസ്ഫോമർ എപ്പോഴും മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്, എന്നാൽ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. ട്രാൻസ്ഫോമറിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. വോൾട്ടേജും കറണ്ടാണ് ട്രാൻസ്ഫോമറിൽ മാറുക. അപ്പാരന്റ് പവറും ഫ്രീക്വൻസിയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ട്രാൻസ്ഫോമറിന്റെ സർക്യൂട്ട് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്, എന്നാൽ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ട്രാൻസ്ഫോമർ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അടുത്തത് EMF ഇക്വേഷൻ ആണ്. ട്രാൻസ്ഫോമറിന്റെ EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൈമറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് E1 എന്ന് വെച്ചാൽ 4.44 FIM N1 ഉം സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 4.44 FIM N2 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, ഓർത്തിരിക്കണം എപ്പോഴും. എല്ലാ എ സി മെഷീന്റെയും ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഇക്വേഷൻ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. വേറെ എക്സ്ട്രാ ടേംസ് വരുന്നു മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കുക 4.44 FIM N2 ആണ്. EMF പെർ ടേൺ പ്രൈമറി, EMF പെർ ടേൺ സെക്കൻഡറി ഈക്വൽ ആണ്. അതായത് EMF പെർ ടേൺ ഇൻ പ്രൈമറി, EMF പെർ ടേൺ ഇൻ സെക്കൻഡറിന്റെ വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4.44 FIM ആണ്. Φm എന്ന് പറഞ്ഞ ഫ്ലക്സ് ഡെൻസിറ്റി, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, F എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. ഈ ഒരു പോയിന്റ് കൊടുത്തിരിക്കുക. ഈ ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺസ് എന്ന് പറയുന്നത് 4.44 FIM ആണ്. അത് പ്രൈമറിയിലും സെക്കൻഡറിയിലും പെർ ടേൺ വാല്യൂ ഇൻഡ്യൂസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അടുത്തൊരു ടേം എന്ന് പറയുന്നത് ടേൺസ് റേഷ്യോ ആണ്. ഇതൊരു അസംഷൻ ടേം ആണ്. ഇത് ഓരോ ബുക്കിലും ഓരോന്നായിട്ടാണ് കാണാം. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഓർത്തിരിക്കുക. ഏതെങ്കിലും റിലേഷൻ കൊടുത്തിരുന്നാൽ മതി. ടേൺസ് റേഷ്യോ ഞാൻ എടുത്തിരിക്കുന്നത് A എന്ന് പറയുന്നത് N1/N2 ആണ്. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് A എന്ന് പറഞ്ഞാൽ N1/N2 ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതിന് നമ്മൾ E1/E2 ഈക്വൽ ആണ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടേൺസ് റേഷ്യോ ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ടേൺസ് റേഷ്യോന്റെ റെസിപ്രോക്കൽ ആണ്. അതായത് 1/A. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടും N2/N1 = E2/E1. നിങ്ങൾക്ക് ടേൺസ് റേഷ്യോ ആണെങ്കിൽ N2/N1 എന്നും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഏത് ഇതിലാണ് എടുക്കുന്നത് അതായിരിക്കണം നിങ്ങൾ എപ്പോഴും ത്രൂ ഔട്ട് ദി പ്രോബ്ലം, ത്രൂ ഔട്ട് ദി സബ്ജക്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്നത് ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് N1/N2 ആണ്. ടേൺസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കാനായിട്ട് ടേൺസ് റേഷ്യോ എന്ന് പറയുമ്പോൾ ടേണിന്റെ വാല്യൂ N1/N2. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് N2/N1, സെക്കൻഡറി ബൈ പ്രൈമറി. എങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കാം. ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ 4.44 FIM N1, അപ്പോൾ സെക്കൻഡറിയിൽ N2 ആവും. അതുപോലെ ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ ഇൻ സെക്കൻഡറി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4.44 FIM. ടേൺസ് റേഷ്യോ എന്ന് പറയുന്ന A എന്ന് പറയുന്നത് N1/N2 = E1/E2 ആണ്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1/A ആണ്. റെസിപ്രോക്കൽ ഓഫ് ടേൺസ് റേഷ്യോ ആണ്. അതിന് N2/N1 അല്ലെങ്കിൽ E2/E1 നമുക്ക് എഴുതാം. അടുത്തത് നോ ലോഡ് കോമ്പോണൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോ ലോഡ് ഓപ്പറേഷനിൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നില്ല. ആ സമയത്തുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോ ലോഡ് കോമ്പോണൻസ് വരുമ്പോൾ രണ്ട് കോമ്പോണൻസ് ആണ് മെയിനായിട്ട് വരിക. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് കറന്റ് I എന്ന് പറയുന്നത് നോ ലോഡ് ലോസ് അല്ലെങ്കിൽ നോ ലോഡ് കോമ്പോണൻസിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ട് കോമ്പോണൻസ് ഉള്ളത്. ഒന്ന് മാഗ്നറ്റൈസിങ് കോമ്പോണന്റ്, വർക്കിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കോമ്പോണന്റ് ആണ്. നമ്മൾ മാഗ്നറ്റൈസിങ് കോമ്പോണന്റ് എന്ന് പറയും. രണ്ട് നമ്മുടെ അതിലുണ്ടാകുന്ന ലോസസ്, നോ ലോഡിലുണ്ടാകുന്ന ലോസസിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള അടുത്ത കോമ്പോണന്റ് എന്ന് പറയുന്നത് RC ആണ്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് RC എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, വിച്ച് ഇസ് നോൺ ആസ് കോർ ലോസ് കോമ്പോണന്റ്. ഇതിൽ RC കൂടെ പോകുന്ന കാര്യം നമ്മൾ വാട്ട്ഫുൾ കോമ്പോണന്റ് ഓഫ് കറന്റ് എന്ന് പറയും. അതുപോലെ മാഗ്നറ്റൈസിങ് റിയാക്ടൻസിൽ കൂടി പോകുന്ന കാര്യം നമ്മൾ മാഗ്നറ്റൈസിങ് കോമ്പോണന്റ് ഓഫ് കറന്റ് എന്ന് പറയും.
മാഗ്നറ്റൈസിങ് കറണ്ട്, അതുപോലെ തന്നെ വാട്ട്ഫുൾ കറണ്ട്. ഓക്കെ, ആർ സി നമ്മൾ ലോസസ് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കോമ്പോണന്റ് ആണ്. എം അല്ലെങ്കിൽ JXM എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോമ്പോണന്റ് ആണ്. അപ്പോൾ ഈ നോ ലോഡിൽ നമുക്ക് ഇതിന്റെ ഫേസർ ഡയഗ്രാം ഒന്ന് നോക്കാം. ഫേസർ ഡയഗ്രാം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫേസർ ഡയഗ്രാം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ചാൽ, നോ ലോഡ് ഓപ്പറേഷന്റെ കേസിൽ നമുക്കറിയാം V ആണ് ആർ സിന്റെയും XM-ന്റെ അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം V വരച്ചു. ഓക്കെ, V വരച്ചു. ഇത് ഫ്ലക്സ് ആണ്. ഫ്ലക്സിന്റെ ഡയറക്ഷൻ ആണ് ഈ X ആക്സിസ് കാണിച്ചിരിക്കുന്നത്. Y ആക്സിസ് അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ്. ഇനി ആർ സി എന്ന് പറയുന്നത് റെസിസ്റ്റീവ് കോമ്പോണന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് വോൾട്ടേജിനെ അക്രോസ് ആയിരിക്കും. അതിന് ലാഗിങ്ങും ലീഡിങ്ങും ഇല്ല. അത് ഇതിന്റെ പാത്തിലായിരിക്കും, ഏത് വോൾട്ടേജിന്റെ അതേ പാത്തിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ വാട്ട്ഫുൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ IW എന്ന് എഴുതും, അല്ലെങ്കിൽ കോർലോസ് കോമ്പൗണ്ട് നമ്മൾ എഴുതാറുണ്ട് അതിനെ. ഓക്കെ, ഫൈ എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റൈസിങ് കറന്റിലാണ് നമ്മൾ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ IM എന്ന് പറയുന്നത് ഫ്ലക്സിന്റെ അതേ ആക്സിസിലായിരിക്കും. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും നമ്മുടെ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ആണ് നമ്മുടെ നോ ലോഡ് കറണ്ട്. സോ I0 is the no load component of current. No load current എന്ന് പറയുന്നത് I0 ആണ്. ഓക്കെ, നോ ലോഡ് കറണ്ട് is I0. ഈ നോ ലോഡ് കറണ്ട് I0 ഉം V യും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ നോ ലോഡ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്, Φ0. ഇറ്റ് ഈസ് നോൺ ആസ് നോ ലോഡ് പവർ ഫാക്ടർ. Φ0 എന്ന് പറയുന്നത് നോ ലോഡ് പവർ ഫാക്ടർ ആണ്. നോ ലോഡ് പവർ ഫാക്ടർ ആണ് Φ0. Φ0 അപ്പോൾ എന്താണ് നോ ലോഡ് പവർ ഫാക്ടർ? എന്തിന്റെ തമ്മിലുള്ള ആംഗിളാണ്? അപ്ലൈഡ് വോൾട്ടേജും അതുപോലെ തന്നെ നോ ലോഡ് കറണ്ടിനും അതിന് തമ്മിലുള്ള അത് തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ നോ ലോഡ് പവർ ഫാക്ടർ എന്ന് പറയാം. അതിന്റെ വാല്യൂ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നോ ലോഡ് പവർ ഫാക്ടർ എപ്പോഴും ലോ ആയിരിക്കും, വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും നോ ലോഡ് പവർ ഫാക്ടർ. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.2 to 0.3 ആണ്. 0.2 to 0.3 ആണ് Φ0 പവർ ഫാക്ടറിന്റെ വാല്യൂ. കോസ് Φ0 വാല്യൂ എപ്പോഴും 0.22ന്റെയും 0.3ന്റെയും ഇടയിലായിരിക്കും നോ ലോഡ് പവർ ഫാക്ടറിന്റെ വാല്യൂ. അതുപോലെ തന്നെ നോ ലോഡ് കറണ്ടിന്റെ വാല്യൂ എപ്പോഴും 2 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ട്. ഫുൾ ലോഡ് കറണ്ടിന്റെ 2 to 5% ആയിരിക്കും I0 വാല്യൂ. ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കും. നോ ലോഡ് പവർ ഫാക്ടറിന്റെ വാല്യൂ ഭയങ്കര കുറവായിരിക്കും. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.2 to 0.3 ആണ്. അതുപോലെ തന്നെ നോ ലോഡ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 to 5% ഫുൾ ലോഡ് കറണ്ട് ആണ്. ഈ രണ്ട് പോയിന്റും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഫേസർ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ അതായത് ലോസസും ലീക്കേജ് റിയാക്ടൻസും അതുപോലെ വോൾട്ടേജ് ഡ്രോപ്പോ റെസിസ്റ്റൻസ് ഒന്നും ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഇല്ല. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത്? ലോസസ് ഉണ്ടാവില്ല, ലീക്കേജ് റിയാക്ടൻസ് ഉണ്ടാവില്ല, അതുപോലെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. എങ്കിലും നമ്മൾ തിയറിറ്റിക്കലി പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, റിലേറ്റീവ് പെർമിയബിലിറ്റി ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് കടത്തിവിടാനായിട്ട് അധികം കറണ്ട് ഒന്നും വേണ്ട. ഈസിലി ചെറിയൊരു കറണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ ഫേസർ ഡയഗ്രാമിൽ വരാൻ പോകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ നോ ലോഡ് കറണ്ടിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരാൻ? ഓക്കെ, അങ്ങനെ ലോസസ് ഇല്ലെങ്കിൽ നമുക്ക് RC എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. RC അല്ലെങ്കിൽ വാട്ട്ഫുൾ കോമ്പോണന്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. RC കോമ്പോണന്റ് വരില്ല, അതായത് IW വരില്ല. ആകെ മാഗ്നറ്റൈസിങ് കോമ്പോണന്റ് മാത്രമാണ് വരാം. ഓക്കെ, ഓൺലി വി വിൽ ഗെറ്റ് മാഗ്നറ്റൈസിങ് കോമ്പോണന്റ് ഇൻ ദി കേസ് ഓഫ് ഐഡിയൽ ട്രാൻസ്ഫോമർ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പവർ ഫാക്ടർ എന്ന് പറയുന്നത്? 90 ഡിഗ്രി ആയിരിക്കും അപ്ലൈഡ് വോൾട്ടേജും അതുപോലെ തന്നെ നമ്മുടെ IM തന്നെയായിരിക്കും നമ്മുടെ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുന്നത് 90 ആയിരിക്കും. അപ്പോൾ cos 90 നമുക്ക് എല്ലാവർക്കും അറിയാം 0 ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയാണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും നോ ലോഡിൽ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്തൊക്കെയാണ്? ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ലോസസ് ഇല്ല, ലീക്കേജ് റിയാക്ടൻസ് ഇല്ല, വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല, റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ RC കോമ്പോണന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നോ മാഗ്നറ്റൈസിങ് കോമ്പോണന്റ് മാത്രമേ ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി വളരെ ഹൈ ആയിരിക്കും ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ. അടുത്ത പോയിന്റ് ഇക്വലന്റ് സർക്യൂട്ടിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമറിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആണ്. 3 ഇക്വലന്റ് സർക്യൂട്ട് ഉണ്ട്. ഇതാണ് ശരിക്കുള്ള ഇക്വലന്റ് സർക്യൂട്ട് ട്രാൻസ്ഫോമറിന്റെ. അപ്ലൈ ചെയ്ത വോൾട്ടേജ് V1 ആണ്. ഇതിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. പ്രൈമറിയിലത്തെ കോമ്പോണൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. R1 അതിന്റെ റെസിസ്റ്റൻസ് ആണ്, പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസും. X1 എന്ന് പറയുന്നത് റിയാക്ടൻസും ആണ് പ്രൈമറി വൈൻഡിങ്ങിന്റെ. RCയും XM നേരത്തെ പറഞ്ഞതുപോലെ കോർലോസ് കോമ്പോണന്റും അതുപോലെ തന്നെ മാഗ്നറ്റൈസിങ് കോമ്പോണന്റ്, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ നമുക്ക്
നോ ലോഡ് കറണ്ട് അല്ലെങ്കിൽ നോ ലോഡ് കോമ്പോണൻസ് എന്ന് നമുക്ക് പറയാം. E1 എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്ത പ്രൈമറിയിലെ സെൽഫ് ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജിനാണ് E1 എന്ന് പറയുന്നത്. E2 എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. E1 കൊണ്ട് ഉണ്ടാകുന്ന EMF ആണ് E2. R2 X2 സെക്കൻഡറി സൈഡ് വൈൻഡിങ്ങിലത്തെ റെസിസ്റ്റൻസും റിയാക്ടൻസുമാണ്. V2 എന്ന് പറയുന്ന ടെർമിനൽ വോൾട്ടേജ് ഇത് ലോഡാണ്. ഇതാണ് ആക്ച്വൽ ഇക്വലന്റ് സർക്യൂട്ട്. അതിനെ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ആക്കി മാറ്റാം. അതാണ് രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ടിൽ നമ്മൾ ഇതിനെ ഷണ്ട് അല്ലെങ്കിൽ നോ ലോഡ് ബ്രാഞ്ചസിനെ നമ്മൾ ഇൻപുട്ടിനെ അടുത്തേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. അതാണ് അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട്. അതുപോലെ തന്നെ ഈ R2 ഡാഷും X2 ഡാഷും V2 ഡാഷും എന്നൊക്കെ പറയുന്നത് സെക്കൻഡറിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ R2 ഡാഷും X2 ഡാഷും V2 ഡാഷും നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ അടുത്ത ഇതിൽ കാണും, തുടർന്നുള്ള ഇതിൽ കാണും. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ആണ്. ഇനി ഇതിനെ നമുക്ക് ഫൈനൽ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയാം. കാരണം നമുക്കറിയാം നോ ലോഡ് കറണ്ട് അല്ലെങ്കിൽ I0 എന്ന് പറയുന്നത് വെറും 2 to 5% ആണ്. ഫുൾ ലോഡ് കറണ്ടിന്റെ 2 to 5% മാത്രമാണ് നോ ലോഡ് കോമ്പോണൻസ് അല്ലെങ്കിൽ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്രാഞ്ചിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് കിട്ടും. R equivalent 1 ഉം X equivalent ഈ R1 ഉം അതുപോലെ R2 ഡാഷിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ R equivalent 1 എന്ന് എഴുതും. അതുപോലെ X equivalent 1 എന്ന് വെച്ചാൽ R2 ഡാഷ് പ്ലസ് X2 ഡാഷ് പ്ലസ് X1 ആണ്. അങ്ങനെ എഴുതാം. R equivalent 1 എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ഡാഷ് ആണ്. അതായത് പ്രൈമറി സെക്കൻഡറിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് R equivalent 1 എന്ന് എഴുതുന്നത്. അതുപോലെ തന്നെ X equivalent 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡറിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ X1 അത് തന്നെയാണ്. ഏതിനെയാണ് കൊണ്ടുവന്നത് അതിനെയാണ് നമ്മൾ ഡാഷ് എന്ന് വെച്ച് നമ്മൾ വിളിക്കാം. ഓക്കെ, ഇതാണ് ഫൈനൽ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട്. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഈ ഒരു സർക്യൂട്ട് ഇക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എങ്ങനെയാണ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണമെന്ന്. ഇത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ടിന് ഈ നോ ലോഡ് കോമ്പൗണ്ടിന് ഇൻപുട്ടിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് കിട്ടും. ഫൈനൽ അപ്രോക്സിമേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ നോ ലോഡ് കോമ്പോണൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വലന്റ് സർക്യൂട്ട് കിട്ടും. അടുത്തത് നമ്മൾ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവാണ്. അതിന് മുൻപ് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ ലെൻസസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ഇൻഡ്യൂസ് ചെയ്ത EMF E1 ഉം E2 എപ്പോഴും അപ്ലൈ ചെയ്ത വോൾട്ടേജിന് ആന്റി പാരലൽ ആയിരിക്കും, ആന്റി ഓപ്പോസിറ്റ് ആയിരിക്കും. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിരിക്കും ഇൻഡ്യൂസ്ഡ് EMF E1 ഉം അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് നമ്മൾ എപ്പോഴും ഉണ്ടാകുക 180 ഡിഗ്രിയുടെ ഒരു ഡിഫറൻസ് ആണ് ഉണ്ടാകുക. ഇത് മെയിനായിട്ട് ലെൻസസ് ലോ അപ്ലിക്കബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഫേസർ ഡയഗ്രത്തിലേക്ക് വരാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഇതിന്റെ ഇക്വേഷൻ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇതിലൊരു KVL അപ്ലൈ ചെയ്യുന്നത് V1 അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. V1 is equal to I1 R equivalent 1 plus I1 X equivalent 1 plus V2 dash. ഓക്കെ, ഇതാണ് ഇതിന്റെ വോൾട്ടേജ് ഇക്വേഷൻ. വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെയാണ്? V1 equal to I1 ഇതിൽ KVL അപ്ലൈ ചെയ്യുന്നത് I1 into R equivalent 1 plus I2 അത് I1 തന്നെയാണ് into X equivalent 1 plus V2 dash. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോകുക? അപ്പോൾ V1 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ V2 വരയ്ക്കും. V2 ഡാഷ് നമുക്ക് ആദ്യം യൂണിറ്റി പവർ ലാഗിംഗ് പവർ ഫാക്ടർ നോക്കാം. ഓക്കെ, ലാഗിംഗ് പവർ ഫാക്ടർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ലീഡിംഗ് പവർ ഫാക്ടർ നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ലാഗിംഗ് പവർ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് ആദ്യം V2 വരച്ചു. ഓക്കെ, V2 ഡാഷ് ലാഗിംഗ് പവർ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത് ലാഗിംഗ് ആയിരിക്കും. ലാഗിംഗ് ഇറ്റ് വിൽ ബി ലാഗിംഗ് കറണ്ട് ബൈ ലാഗിംഗ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ. ഒരു ആംഗിൾ കൊണ്ട് ലാഗ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും അതിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1. ഓക്കെ, ഇനി I1 R equivalent 1. R equivalent 1ൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ I1ന്റെ അതേ ആക്സിസ് ലൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇതിന് I1 പാരലായിട്ട് നമ്മൾ ഇതിന്റെ ഈ ലോസ് ചെയ്തും I1 R equivalent ലോസ് ഇതിനെ പാരലായിട്ട് തന്നെ എഴുതും I1 R equivalent 1. അടുത്തത് I1 J equivalent 1 ആണ്. അതായത് ഇൻഡക്റ്റൻസ് ആണ്, റിയാക്റ്റൻസ് ആണ്. അപ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കും. അത് ദിസ് വിൽ ബി 90 ഡിഗ്രി. ഇതായിരിക്കും നമ്മുടെ റിയാക്റ്റൻസ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇതായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ V2 ഡാഷിന്റെയും ഈ I1 R equivalent 1 പ്ലസ് I1 J equivalent 1ന്റെ റിസൾട്ടന്റ് ആണ് നമ്മുടെ V2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ V1 നമുക്ക് ഇതാണ് V1 ആയിട്ട് കിട്ടുക. ഓക്കെ, നിങ്ങളിലേക്ക് വരച്ചാൽ മതി. ഇതാണ് ലാഗിംഗ് പവർ ഫാക്ടറിന്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ലീഡിംഗ് പവർ ഫാക്ടർ ആകുമ്പോൾ I1 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ മാറ്റും. ഓക്കെ, ഇതാണ് ലാഗിംഗ് പവർ ഫാക്ടറിൽ ഇതിന്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതുപോലെ ലാഗിംഗ് ലീഡിങ്ങിന്റെയും വരച്ചു നോക്കാം, അതുപോലെ തന്നെ യൂണിറ്റി പവർ ഫാക്ടറിന്റെയും വരച്ചു നോക്കാം. അടുത്തത് വോൾട്ടേജ് റെഗുലേഷൻ ആണ്. വോൾട്ടേജ് റെഗുലേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെന്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ്
വിത്ത് റെസ്പെക്ട് ടു ഫുൾ ലോഡ് വോൾട്ടേജ്. ഇതാണ് പെർസെന്റേജ് വോൾട്ടേജ് റെഗുലേഷൻ. എപ്പോഴും പെർസെന്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും കുറവായിരിക്കണം. കുറവായ ട്രാൻസ്ഫോമർ ആണ് എപ്പോഴും നല്ല യൂസ്ഫുൾ ആയിട്ട് വരാം. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷന്റെ മറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് I1 R equivalent 1 cos phi പ്ലസ് ഓർ മൈനസ് I1 X equivalent 1 sin phi ഡിവൈഡഡ് ബൈ V2 ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ഈക്വലന്റ് സർക്യൂട്ട് ആണ് ഈ പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ പ്ലസ് എന്ന് പറഞ്ഞ ലാഗിംഗ് പവർ ഫാക്ടറിനും മൈനസ് ലീഡിംഗ് പവർ ഫാക്ടറിനുമാണ് വരാം. അടുത്തത് ഇതിനെ നമ്മൾ പെർ യൂണിറ്റ് വാല്യൂസിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരാം. വോൾട്ടേജ് റെഗുലേഷൻ വിൽ ബി ഈക്വൽ ടു R equivalent per unit cos phi പ്ലസ് ഓർ മൈനസ് X equivalent per unit sin phi. ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ദിസ് വൺ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ പെർസെന്റേജ് റെസിസ്റ്റൻസ് തരാണെങ്കിൽ ആ വാല്യൂ നേരിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ എന്താണെന്ന് കിട്ടും. ഓർത്തിരിക്കുക, പോസിറ്റീവ് ലാഗിംഗ് പവർ ഫാക്ടറിനാണ്, നെഗറ്റീവ് ലീഡിംഗ് പവർ ഫാക്ടറിന് ആണ്. അടുത്തത് രണ്ട് കണ്ടീഷൻ ആണ്. നമുക്കറിയാം വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ എപ്പോഴും ലോ ആയിരിക്കണം. അപ്പോൾ സീറോ വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴാണ് പോസിബിൾ? സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഓൺലി പോസിബിൾ ഫോർ ലീഡിംഗ് പവർ ഫാക്ടർ. ലീഡിംഗ് പവർ ഫാക്ടറിന് മാത്രമാണ് സീറോ വോൾട്ടേജ് റെഗുലേഷൻ പോസിബിൾ ആണ്. ലാഗിംഗ് പവർ ഫാക്ടറിന് ഒരിക്കലും സീറോ വോൾട്ടേജ് റെഗുലേഷൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ സീറോ വോൾട്ടേജ് റെഗുലേഷനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്ലക്സിന്റെ ഫൈന്റെ വാല്യൂ എപ്പോഴും tan ഇൻവേഴ്സ് ഓഫ് R equivalent 1 by X equivalent 1 ആയിരിക്കണം ഫൈന്റെ വാല്യൂ. എന്നാൽ മാത്രമാണ് അത് സീറോ വോൾട്ടേജ് റെഗുലേഷൻ പോസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് വാല്യൂ എപ്പോഴും tan ഇൻവേഴ്സ് ഓഫ് X equivalent by R equivalent 1 ഈക്വൽ ആയാൽ മാത്രമാണ് മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ പോസിബിൾ ആവുള്ളൂ. ഈ രണ്ട് കണ്ടീഷനും ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് നേരിട്ട് ചോദ്യം ചോദിക്കാം. സീറോ വോൾട്ടേജ് റെഗുലേഷന് ഈ കണ്ടീഷനാണ് tan ഇൻവേഴ്സ് ഓഫ് R equivalent 1 by X equivalent 1. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ അതിന്റെ നേരെ റിവേഴ്സ് ആണ് മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ എപ്പോഴും സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഓർത്തിരിക്കാം. അതുപോലെ വേറെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് പവർ ഫാക്ടറിന്റെ കേസിൽ വോൾട്ടേജ് റെഗുലേഷൻ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ ഈവൻ സീറോ. ഓക്കെ, അതാണ് ലീഡിംഗ് പവർ ഫാക്ടറിന്റെ കേസിൽ ഓർത്തിരിക്കേണ്ടത്. ഫോർ ലീഡിംഗ് പവർ ഫാക്ടർ വോൾട്ടേജ് റെഗുലേഷൻ ക്യാൻ ബി എന്തൊക്കെയാവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം ഓർ സീറോ. ഇത് ലീഡിംഗ് പവർ ഫാക്ടറിൽ മാത്രമാണ് നമുക്കിത് പോസിബിൾ ഉള്ളൂ. ലാഗിംഗ് പവർ ഫാക്ടറിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ത് വോൾട്ടേജ് റെഗുലേഷൻ. ലീഡിംഗ് പവർ ഫാക്ടറിൽ മാത്രമാണ് വോൾട്ടേജ് റെഗുലേഷൻ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആസ് വെൽ ആസ് സീറോ. അടുത്ത ട്രാൻസ്ഫോമറിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ലോസസ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോസസ്. രണ്ട് ടൈപ്പ് ഓഫ് ലോസസ് ഉണ്ട് ട്രാൻസ്ഫോമറിൽ. ഒന്ന് അയൺ ലോസ്, രണ്ട് കോപ്പർ ലോസ്. അയൺ ലോസിനെ നമുക്ക് കോർ ലോസ് എന്നും പറയാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അയൺ ലോസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് വേരിയബിൾ ലോസ് ആണ്. ഓർത്തിരിക്കുക, കോപ്പർ ലോസ് വേരിയബിൾ ലോസ് ആണ്, അയൺ ലോസ് ഒരു കോൺസ്റ്റന്റ് ലോസ് ആണ്. അയൺ ലോസിന്റെ വേറെ പേര് എന്ന് പറയുന്നത് കോർ ലോസ് എന്നാണ്. ഇനി അയൺ ലോസിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ലോസസ് ഉണ്ട്. ഒന്ന് ഹിസ്റ്റെറിസിസ് ലോസ്, രണ്ട് എഡി കറന്റ് ലോസ്. ഹിസ്റ്റെറിസിസ് ലോസിന്റെ ഇക്വേഷൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു KHF into BM raised to 1.6 വാട്ട്സ് പെർ മീറ്റർ ക്യൂബ്. പെർ വോളിയത്തിന്റെ ഉണ്ടാകുന്ന ലോസ് ആണ് ഹിസ്റ്റെറിസിസ് ലോസ്. ആൻഡ് എഡി കറന്റ് ലോസ് KE into F square BM square T square വാട്ട്സ് പെർ മീറ്റർ ക്യൂബ്. T എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. T എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ലാമിനേഷൻ. ഓക്കെ, ഇപ്പൊ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കാം. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഹിസ്റ്റെറിസിസും എഡി കറന്റും ഫ്രീക്വൻസിനെയും അതുപോലെ തന്നെ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക വാട്ട്സ് പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ അയൺ ലോസ് രണ്ട് ലോസ് ഉണ്ട്, ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും. ഹിസ്റ്റെറിസിസ് ലോസിന്റെ ഇക്വേഷൻ ഇതാണ്. പ്രൊപ്പോർഷണൽ ടു എഫും പ്രൊപ്പോർഷണൽ ടു BM raised to 1.6ഉം. നേരെ മറിച്ച് എഡി കറന്റ് ലോസ് ഫ്രീക്വൻസിയുടെ സ്ക്വയറിനും അതുപോലെ തന്നെ BM സ്ക്വയറും അതുപോലെ T സ്ക്വയറിനും പ്രൊപ്പോർഷണൽ ആണ് എഡി കറന്റ് ലോസ്. അടുത്തത് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഹിസ്റ്റെറിസിസ് ലോസസിലും അതുപോലെ തന്നെ എഡി കറന്റ് ലോസസിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡെറിവേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ആണ്. തന്നിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ V/F റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇഫ് ദ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അങ്ങനെയാണെങ്കിൽ എഡി കറന്റ് ലോസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു F. V/F റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ എഡി കറന്റ് ലോസ് ഫ്രീക്വൻസിയുടെ സ്ക്വയറിനും ഹിസ്റ്റെറിസിസ് ലോസ് ഫ്രീക്വൻസിയുടെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചു AF സ്ക്വയർ. അതുപോലെ ഈ പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് B ഉപയോഗിച്ചു. നമുക്കറിയാം അയൺ ലോസ് എന്ന് പറയുന്നത് ഹിസ്റ്റെറിസിസ് ലോസിന്റെയും എഡി കറന്റ് ലോസിന്റെയും സമ്മാണ്. ഈ രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടും. P/F അയൺ ലോസ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഈക്വൽ ടു A into F plus D. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ നമുക്കറിയാം. സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ Y ഈക്വൽ ടു MX plus C. അപ്പോൾ B എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റും Y ആക്സിസ് ഇന്റർസെപ്റ്റും, A എന്ന് പറയുന്നത് സ്ലോപ്പുമാണ്. ഓക്കെ, Y എന്ന് പറയുന്നത് P/Fന്റെ ആക്സിസ് ആയിരിക്കും. ഈ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം രണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഫ്രീക്വൻസി തരും നിങ്ങൾക്ക്, 50 ഹെർട്സിലും 60 ഹെർട്സിലും. ആ സമയത്തുള്ള അയൺ ലോസ് ചിലപ്പോൾ തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് എയും എന്താണ് ബി എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ
നേരിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. അടുത്തത് ഈ V/F റേഷ്യോ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്തായിരിക്കും? ഇഫ് V/F റേഷ്യോ ഇസ് നോട്ട് കോൺസ്റ്റന്റ്, അങ്ങനെയാണെങ്കിൽ എഡി കറന്റ് ലോസ് അപ്ലൈ ചെയ്ത വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും V square, ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു V raised to 1/x and F raised to -0.6. ശരിക്കും 1.6 എന്ന് പറഞ്ഞത് പ്രൊപ്പോർഷണൽ ടു V raised to x ഉം F raised to 1 - x ആണ്. ഇതിലെ സിലിക്കൺ ആണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എക്സിന്റെ വാല്യൂ 1.6 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ V raised to 1.6 ഉം അതുപോലെ തന്നെ 1 - 0.6 കിട്ടുന്നത്. ജസ്റ്റ് ഈ രണ്ട് റിലേഷൻഷിപ്പ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, V/F റേഷ്യോ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എഡി കറന്റ് ലോസ് V സ്ക്വയറിന് പ്രൊപ്പോർഷണലും ഹിസ്റ്റെറിസിസ് ലോസ് V raised to 1.6 ഉം F raised to -0.6 പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി സിലിക്കൺ അല്ല വേറെ വാല്യൂസ് ആണ് തരുന്നെങ്കിൽ, വേറെ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ അവർ തരും. ആ എക്സിന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. അപ്പോൾ V/F റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ എഡി കറന്റ് ലോസ് ഫ്രീക്വൻസിന്റെ എഡി കറന്റും ഹിസ്റ്റെറിസിസ് ലോസും ഡിപെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിനാണ്. V/F റേഷ്യോ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസും ഡിപെൻഡന്റ് ആവുന്നത് വോൾട്ടേജിനാണ്. എന്നാൽ ഹിസ്റ്റെറിസിസ് ലോസ് വോൾട്ടേജിനും ഫ്രീക്വൻസിനും ഡിപെൻഡ് ചെയ്യും. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. അടുത്ത ടൈപ്പ് ഓഫ് ലോസ് നമ്മൾ പറഞ്ഞു, 2 ടൈപ്പ് ഓഫ് ലോസ് ഉണ്ട്, അയൺ ലോസും അതുപോലെ കോപ്പർ ലോസും. അടുത്ത കോപ്പർ ലോസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങിലെ കോപ്പർ ലോസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I1² × R1. R1 എന്ന് വെച്ചാൽ പ്രൈമറി വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ കോപ്പർ ലോസ് എന്ന് പറയുന്നത് I2² × R2. ഈ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോപ്പർ ലോസ് അല്ലെങ്കിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് കിട്ടും, PCFL. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ആണിത്. ഏതെങ്കിലും m ടൈംസ് ലോഡിലുള്ള സമയത്ത് എന്തായിരിക്കും അതിന്റെ കോപ്പർ ലോസ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണിത്. PCU കോപ്പർ ലോസ് അറ്റ് m ലോഡ് എന്ന് പറയുന്നത് m² PCUFL. PCFL എന്ന് വെച്ചാൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. അപ്പോൾ ഏതെങ്കിലും m ലോഡിന്റെ സമയത്തുള്ള കോപ്പർ ലോസ് എന്ന് പറയുന്നത് m² ടൈംസ് PCUFL ആണ്. ധാരാളം ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. കോപ്പർ ലോസ് അറ്റ് m ലോഡ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു m² കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ്. അടുത്ത ട്രാൻസ്ഫോമറിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എഫിഷ്യൻസി. എഫിഷ്യൻസി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇൻപുട്ടിന് നമുക്ക് ഔട്ട്പുട്ട് പ്ലസ് ലോസസ് നേടാം. ഇപ്പോൾ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് കിട്ടും. എന്താണ് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് KVA × cos y ആണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ KVA cos y കിട്ടും, പ്ലസ് ലോസസ്. 2 ടൈപ്പ് ഓഫ് ലോസസ് ഉണ്ട്, ഒന്ന് അയൺ ലോസും 2 കോപ്പർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എഫിഷ്യൻസി അറ്റ് m ലോഡ്, ഏതെങ്കിലും ലോഡിന്റെ സമയത്ത് m ലോഡിന്റെ സമയത്ത് വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇക്വേഷന്റെ കൂടെ ഒരു m മൾട്ടിപ്ലൈ ആവും. എഫിഷ്യൻസി അറ്റ് m ലോഡ് ഇസ് ഈക്വൽ ടു m KVA cos phi ഡിവൈഡഡ് ബൈ m KVA cos phi പ്ലസ് അയൺ ലോസ്. അയൺ ലോസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പ്ലസ് m² PCFL. കോപ്പർ ലോസിന്റെ ഒപ്പം m² ടേം മൾട്ടിപ്ലൈ ആവും. 2 റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഓർത്തിരിക്കേണ്ടത് ഫോർ മാക്സിമം എഫിഷ്യൻസി, ഒരു ട്രാൻസ്ഫോമറിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ അതിന്റെ അയൺ ലോസ് m² PCFL ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഏത് ലോഡിലാണ്, എത്രാമത്തെ ലോഡിലാണ് അല്ലെങ്കിൽ ഏത് റേഷ്യോ ഓഫ് ലോഡിലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ടറാണ് m ഈക്വൽ ടു √PI/PCFL. ഈ ഒരു ടേമിൽ നിന്ന് ഏത് ലോഡിലാണ്, ഇപ്പോൾ 100% ലോഡിലാണോ 80% ലോഡിലാണോ ഏത് ലോഡിലാണോ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുക എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതും ഓർത്തിരിക്കുക, ഈ 3 പോയിന്റും ഓർത്തിരിക്കുക എഫിഷ്യൻസിയുടെ. അടുത്ത് ഓർത്തിരിക്കേണ്ട 2 പോയിന്റ് ആണ് കറന്റ് അറ്റ് മാക്സിമം എഫിഷ്യൻസി. മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണെന്ന് പറഞ്ഞു, അയൺ ലോസ് ഇസ് ഈക്വൽ ടു m² ടൈംസ് കോപ്പർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ് ആകുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. അതുപോലെ തന്നെ മാക്സിമം എഫിഷ്യൻസിയിൽ ലോഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് √PI/PCFL ആയിരുന്നു. അതുപോലെ മാക്സിമം എഫിഷ്യൻസിയുടെ സമയത്ത് കറന്റ് എത്രയാണെന്നുള്ളത് ഇക്വേഷൻ എന്ന് പറയുന്നത് I2FL × √PI/PCFL ആണ്. അതുപോലെ തന്നെ റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ, മാക്സിമം എഫിഷ്യൻസിയിലെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് SFL. SFL എന്ന് വെച്ചാൽ നോർമലി ഉള്ള ഫുൾ ലോഡിലെ KVA × √PI/PCFL. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള 2 ഇക്വേഷൻസ് ആണ്, ചോദ്യങ്ങളാണ്. ന്യൂമറിക്കലി ഇതിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറന്റ് മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലത്തെ ഫുൾ ലോഡ് കറന്റ് × √PI/PCFL. അതുപോലെ തന്നെ റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസി ഈക്വൽ ടു KVA ഓഫ് ഫുൾ ലോഡ് × √PI/PCFL. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റുകൾ. ട്രാൻസ്ഫോമറിന്റെ ടെസ്റ്റ് സിലബസ് ഉള്ളതാണ്. 3 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, മൂന്നാമത്തത് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓർത്തിരിക്കാം. OC ടെസ്റ്റ് നമുക്ക് നോ ലോഡ് ടെസ്റ്റ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, നോ ലോഡ് ടെസ്റ്റ് മെയിൻ ആയിട്ട് കോർ ലോസും അതിന്റെ കോർ ലോസ് ആയിട്ടുള്ള കോമ്പോണൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് OC ടെസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. OC ടെസ്റ്റ് എപ്പോഴും ചെയ്യുക റേറ്റഡ് സപ്ലൈ വോൾട്ടേജ്. റേറ്റഡ് സപ്ലൈ വോൾട്ടേജിലാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എപ്പോഴും ചെയ്യാം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്ന സൈഡ് എന്ന് പറയുന്നത് LV സൈഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ് ആണ്. എപ്പോഴും ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് LV സൈഡിലായിരിക്കും. അതായത് LV സൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതിലെ ആവശ്യമുള്ള മെഷർമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള വോൾട്ട് മീറ്റർ, എമ്മീറ്റർ, വാട്ട് മീറ്റർ എല്ലാം പ്ലേസ് ചെയ്യുക LV സൈഡിലായിരിക്കും. ഓക്കെ, അതുപോലെ HV സൈഡ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ
HV സൈഡ് ഓപ്പൺ ആയിരിക്കും. LV സൈഡിലാണ് എല്ലാ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും വെക്കുക. മെയിനായിട്ട് കോർ ലോസ് കാണാനാണ് ഉപയോഗിക്കുക. അത് റേറ്റഡ് സപ്ലൈ വോൾട്ടേജിലാണ് ഈ ടെസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുക. അടുത്തത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഈ ടെസ്റ്റ് നമുക്ക് ഇംപെഡൻസ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മെയിനായിട്ട് കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക. ഇതിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 5 to 10% ഓഫ് റേറ്റഡ് വോൾട്ടേജ് ആണ് ഇതിന് അപ്ലൈ ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കുക, 5 to 10% ഓഫ് റേറ്റഡ് വോൾട്ടേജ് ആണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുക. അതേസമയം OC ടെസ്റ്റിൽ റേറ്റഡ് സപ്ലൈ വോൾട്ടേജിലാണ് ചെയ്യുക. അടുത്തത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് HV സൈഡിലാണ്. അതായത് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്ലേസ് ചെയ്യുന്നത് HV സൈഡിലും. LV സൈഡ് ഷോർട്ടഡ് ആയിരിക്കും. ഈ 2 പോയിന്റ് ഓർത്തിരിക്കണം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ ഏത് സൈഡാണ് ഓപ്പൺ, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ ഏത് സൈഡാണ് ഷോർട്ടഡ്, അതുപോലെ തന്നെ എവിടെയാണ് ഇൻസ്ട്രുമെന്റ്സ് പ്ലേസ് ചെയ്യാനൊക്കെ നേരിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ. അടുത്ത ടെസ്റ്റ് ഉള്ളത് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ആണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ റൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ലോഡഡ് കണ്ടീഷനിൽ എത്ര ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും കണ്ടുപിടിക്കാനാണ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 ടെസ്റ്റും അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓർത്തിരിക്കുക. മെയിനായിട്ട് OC ടെസ്റ്റും SC ടെസ്റ്റും ഓർത്തിരിക്കുക. അടുത്ത ടോപ്പിക്കിൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്കറിയാം, അതൊരു സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. നേരത്തെ പഠിച്ച നോർമൽ ട്രാൻസ്ഫോമറിൽ 2 വൈൻഡിങ്സ് ആണ്. അത് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡും മാഗ്നറ്റിക്കലി കപ്പിൾഡും ആണ്. എന്നാൽ നേരെ മറിച്ച് ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു സിംഗിൾ വൈൻഡിങ് ഉള്ളൂ. രണ്ട് പ്രോസസ്സ് കൂടി പവർ ട്രാൻസ്ഫർ നടക്കും. ഇൻഡക്റ്റീവിൽ നടക്കും, അതുപോലെ തന്നെ കണ്ടക്റ്റീവിൽ നടക്കും. ഈ കാണിച്ചിരിക്കുന്നതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഒരു ചെറിയൊരു ഫിഗർ ആണിത്. ഇത് ഹൈ വോൾട്ടേജ് സൈഡും ഇത് ലോ വോൾട്ടേജ് സൈഡാണ്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, കാണിച്ചിരിക്കുന്നത് ഇത് കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ കോമൺ വൈൻഡിങ് ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് കൊടുത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓട്ടോ ട്രാൻസ്ഫോമറിൽ എപ്പോഴും ഹൈ വോൾട്ടേജ് ബൈ ലോ വോൾട്ടേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് KA ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ A എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KA എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി എപ്പോഴൊക്കെയാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് വരാം? ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എപ്പോഴും KA-ന്റെ വാല്യൂ 0.33 1 ഇടയിലാണെങ്കിലാണ് നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെക്കാളും കൂടുതൽ ഓട്ടോ ട്രാൻസ്ഫോമർ പ്രിഫർ ചെയ്യുക. എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 0.33-ന്റെയും 1-ന്റെയും ഇടയിലാണെങ്കിലാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറുകൾ നമ്മൾ പ്രിഫർ ചെയ്യുക. ഓക്കെ. നിയർലി യൂണിറ്റി ആകുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഈ പോയിന്റ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് HV സൈഡ് ബൈ LV സൈഡ് ആണ്. അതുപോലെ ഓട്ടോ ട്രാൻസ്ഫോമറിൽ 2 രീതിയിലും പവർ ട്രാൻസ്ഫർ നടക്കും. ഇൻഡക്റ്റീവിലും നടക്കും, കണ്ടക്റ്റീവിലും നടക്കും. അതുപോലെ ഒരു സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ് ഓട്ടോ ട്രാൻസ്ഫോമർ. അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമറിൽ കൊടുത്തിരിക്കുന്ന 3 ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്കറിയാം ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് സൈഡ് ബൈ ലോ വോൾട്ടേജ് സൈഡ് ആണ്. അപ്പോൾ ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമറും തമ്മിൽ പവർ റേറ്റിംഗ് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ വരാം. VA rating of auto transformer divided by VA rating of 2 winding transformer will be equal to KA divided by KA minus 1. ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. ആദ്യത്തെ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് വോൾട്ടേജ് ആൻഡ് റേറ്റിംഗ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ is equal to KA divided by KA minus 1. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്ര പവർ കണ്ടക്റ്റീവിലും അതുപോലെ എത്ര പവർ ഇൻഡക്റ്റീവിലും ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. പവർ ട്രാൻസ്ഫർഡ് കണ്ടക്റ്റീവ്ലി എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 divided by ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇൻറ്റു ഔട്ട്പുട്ട് പവർ ആണ്. പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി ഇതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്ത പവർ കിട്ടും. അതായത് 1 minus 1 by KA times ഔട്ട്പുട്ട് പവർ. ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതാണ് പവർ ട്രാൻസ്ഫർ കണ്ടക്റ്റീവ്ലി, അതുപോലെ തന്നെ പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി. അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമറിൽ എത്ര കണ്ടക്ടർ സേവ് ചെയ്തു കമ്പയർ ടു 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 1 divided by KA into 100 ആണ് സേവിംഗ് ഇൻ കണ്ടക്ടർ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഇതാണ്. VA rating of auto transformer divided by VA rating of 2 winding is equal to KA divided by KA minus 1. കണ്ടക്റ്റീവ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 1 by KA ഇന്റെ ഔട്ട്പുട്ട് പവർ ആണ്. ഇതിൽ ഏതെങ്കിലും വരും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 നിന്ന് മറ്റു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റീവിൽ കിട്ടും. അപ്പോൾ ഓർത്തിരിക്കുക എളുപ്പത്തിൽ കണ്ടക്റ്റീവിൽ ആണെന്ന് ഓർത്തിരിക്കുക. ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് KA എങ്ങനെയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതാണ്. KA നമ്മൾ എടുത്തിരിക്കുന്നത് ഹൈ വോൾട്ടേജ് ബൈ ലോ വോൾട്ടേജ് ആണ്. KA ലോ വോൾട്ടേജ് ബൈ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ അതനുസരിച്ച് ഇതിന്റെ വാല്യൂസ് ഒക്കെ മാറും. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക KA എടുത്തിരിക്കുന്നത് ഹൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലോ വോൾട്ടേജ് ആണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എടുത്തിരിക്കുന്നത്. അതിനെ കമ്പയർ ചെയ്തിട്ട് കിട്ടുമ്പോൾ വരുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ സേവിംഗ് ഇൻ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ 1 divided by KA into 100 ആണ്. അപ്പോൾ ഈ 3 റിലേഷൻഷിപ്പും ഓർത്തിരിക്കുക. അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമർ ആപ്ലിക്കേഷൻ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ മെയിൻ ആയിട്ട് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിലൊക്കെ സ്റ്റാർട്ടർ ആയിട്ട് യൂസ് ചെയ്യും. ഇറ്റ് യൂസ് ആസ് എ സ്റ്റാർട്ടർ ഇൻ വേരിയസ് ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലുള്ള ലബോറട്ടറീസിലൊക്കെ നമുക്ക് അറിയാം ഓട്ടോ ട്രാൻസ്ഫോമർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ കോപ്പർ റിക്വയർമെന്റ് വെരി ലെസ് ആണ് കമ്പയർ ടു 2 വൈൻഡിങ്. 2 വൈൻഡിങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോപ്പർ വൈൻഡിങ്ങിന് വേണ്ട കോപ്പർ കുറവാണ്. കാരണം ഇതിൽ സിംഗിൾ വൈൻഡിങ് ഉള്ളൂ. അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി കമ്പയർ ടു 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ കൂടുതലാണ്. എഫിഷ്യൻസി 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതുപോലെ തന്നെ വൈൻഡിങ് ലെസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കോപ്പർ ലോസസും ലെസ് ആണ്. അതുപോലെ തന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷൻ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കമ്പയർ ചെയ്യുമ്പോൾ സുപ്പീരിയർ ആണ്. ഇത് സുപ്പീരിയർ ടു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെക്കാളും നല്ല വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട്.
ഓട്ടോ ട്രാൻസ്ഫോമറിന്. അതേസമയം അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വൈൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അതുപോലെ തന്നെ ഓപ്പൺ സർക്യൂട്ട് ആകുന്ന കേസിൽ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫുൾ വോൾട്ടേജ് നമ്മൾ സെക്കൻഡറിയിലും കിട്ടും. അപ്പോൾ അതൊക്കെ ഹൈ റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓർത്തിരിക്കുക, നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്ത ടോപ്പിക് 3 ഫേസ് ട്രാൻസ്ഫോമർ ആണ്. 3 ഫേസ് ട്രാൻസ്ഫോമറിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. 4 ഗ്രൂപ്പുകളായിട്ടാണ് 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുമ്പോൾ മീൻസ് ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇതിലെ 3 ഗ്രൂപ്പ് ഉണ്ട്. 3 ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. 0 ഡിഗ്രി, 180 ഡിഗ്രി, -30 ഡിഗ്രി, 30 ഡിഗ്രി. ഓക്കെ, ഇത് കാണിക്കുന്നത് അത് തമ്മിലുള്ള 2 ട്രാൻസ്ഫോമേഴ്സിന്റെ HV സൈഡും LV സൈഡും തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ 0 ഗ്രൂപ്പ് 1 പെടുന്നത്, അതായത് 0 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ട്രാൻസ്ഫോമർ 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാർ 0, DD0. ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മുടെ 0 ഡിഗ്രി അല്ലെങ്കിൽ ഗ്രൂപ്പ് 1 പെടുന്നത്. ഇതിൽ ആദ്യത്തെ ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് സൈഡാണ്. അതുപോലെ സ്മോൾ ലെറ്റർ കാണിച്ചിരിക്കുന്നത് ലോ വോൾട്ടേജ് സൈഡാണ്. അപ്പോൾ ഇതിലെ ക്യാപിറ്റൽ Y ആയതുകൊണ്ട് ക്യാപിറ്റൽ, അതായത് ഹൈ വോൾട്ടേജ് സൈഡ് സ്റ്റാറും, അതുപോലെ ഇത് സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നത് Y ആണ്. അപ്പോൾ ഇതൊരു ഹൈ വോൾട്ടേജ് സൈഡും അതുപോലെ തന്നെ ലോ വോൾട്ടേജ് സൈഡും രണ്ടും സ്റ്റാർ കണക്ഷൻ ആണ്. ഓക്കെ, അത് തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് നമുക്ക് ഓർത്തിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് സൈഡ് എപ്പോഴും നമ്മുടെ ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ലോ വോൾട്ടേജ് സൈഡിനെ നമ്മുടെ അവർ ഹാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ നമുക്ക് ലോ വോൾട്ടേജ് സൈഡും ഹൈ വോൾട്ടേജ് സൈഡും ക്ലോക്കിന്റെ ഒരേ ദിശയിൽ കാണാം, അതായത് 12 മണി എന്ന രീതിയിൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റാർ Y0 അല്ലെങ്കിൽ DD0 എന്ന് എഴുതുന്നത്. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. 180 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ 6 മണിയാണ് നമ്മുടെ ക്ലോക്ക്. അതുകൊണ്ടാണ് ഇതിനെ YY6 അല്ലെങ്കിൽ DD6 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം ലോ വോൾട്ടേജ് സൈഡ് എന്ന് പറയുന്നത് ഹവർ ഹാൻഡ് ആണ്, അതുപോലെ ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ് ആണ്. 180 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് വരാണെങ്കിൽ നമ്മുടെ ക്ലോക്കിൽ അത് 6 മണിയായിട്ടാണ് കാണിക്കുക. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് വരുന്ന 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഒന്ന് സ്റ്റാർ DD6 ആണ്. ഇതിലത് ക്യാപിറ്റൽ കാണിക്കുന്നത് ഹൈ വോൾട്ടേജ് സൈഡും സ്മോൾ കാണിക്കുന്നത് ലോ വോൾട്ടേജ് സൈഡാണ്. ഇവിടെ ആയിരിക്കും ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റൽ ഇസ് ഷോയിങ് ഹൈ വോൾട്ടേജ് സൈഡ് ആൻഡ് സ്മോൾ ലെറ്റർ ഇസ് ഷോയിങ് ലോ വോൾട്ടേജ് സൈഡ്. അടുത്തത് മൂന്നാമത്തെ ഗ്രൂപ്പ് -30 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതാണ്. അതായത് ആ ഗ്രൂപ്പിൽ വരുന്ന 2 ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഒന്ന് YD1 അതുപോലെ DY1. 1 എന്ന് പറഞ്ഞാൽ 1 o'clock ആണ്. 1 o'clock ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് സൈഡ് ഹവർ ഹാൻഡ് 1ലും മിനിറ്റ് ഹാൻഡ് 2ലും ആയിരിക്കും. ഇതിൽ -30 ഡിഗ്രിയാണ് അത് തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഹൈ വോൾട്ടേജ് സൈഡ് ലോ വോൾട്ടേജ് സൈഡിനേക്കാളും ലീഡ് ചെയ്തിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. ഇതിന്റെ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് -30 ഡിഗ്രിയാണ്. എപ്പോഴും ഇതിൽ റെഫറൻസ് ആയിട്ട് എടുക്കുക ഹൈ വോൾട്ടേജ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഹൈ വോൾട്ടേജ് സൈഡ് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കമ്പയർ ടു ലോ വോൾട്ടേജ് സൈഡ്, ലോ വോൾട്ടേജ് സൈഡ് കമ്പയർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ് തിരിയുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലാഗിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ -30 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് വരാനുള്ള കാരണം അതുകൊണ്ടാണ്. അടുത്ത ഗ്രൂപ്പ് 4 ആണ്. 4ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് 30 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിൽ വരുന്ന 2 ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് YD11, DY11. 11 എന്ന് പറയാൻ കാരണം 11 മണിക്ക് ആ സമയത്ത് ലോ വോൾട്ടേജ് സൈഡ് അവർ ഹാൻഡ് 11ലും മിനിറ്റ് ഹാൻഡ് 12ലായിരിക്കും. അപ്പോൾ കമ്പയർഡ് HV സൈഡ്, LV സൈഡ് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും, അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കും. റെഫറൻസ് ആയിട്ട് എടുക്കുക നമ്മൾ റെഫറൻസ് ആയിട്ട് HV സൈഡിലാണ് എടുക്കുക. ഓക്കെ, അതനുസരിച്ചാണ് നമ്മൾ മൈനസ് ആണോ 30 ആണോ നോക്കുന്നത്. അപ്പോൾ ഇതിൽ LV സൈഡ് ആണ്. LV സൈഡ് 11 o'clock ആകുമ്പോൾ അവർ ഹാൻഡ് 11ലും മിനിറ്റ് ഹാൻഡ് 12ലായിരിക്കും. അപ്പോൾ LV സൈഡ് കമ്പയർഡ് HV സൈഡ് ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ആവേണ്ടത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, അതുകൊണ്ടാണ് പോസിറ്റീവ് 30. അപ്പോൾ ഈ 4 ഗ്രൂപ്പും ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ആംഗിൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും 2 സൈഡും HV സൈഡും LV സൈഡും ഒരേ ഇതായിരിക്കും. അതായത് സ്റ്റാർ ആണെങ്കിൽ 2 സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ ആണെങ്കിൽ 2 ഡെൽറ്റ ആയിരിക്കും. 0ലും 180ലും -30ലും 30ലും മാത്രമാണ് 2 ട്രാൻസ്ഫോമേഴ്സ് ആയിട്ട് വരുന്നത്, YD അല്ലെങ്കിൽ DY. ഓക്കെ, അപ്പോൾ ഇത് ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, നേരിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് ഡെൽറ്റ ട്രാൻസ്ഫോമർ ആണെങ്കിൽ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക ലോ വോൾട്ടേജ് ഹൈ കറന്റ് ആപ്ലിക്കേഷൻസിനാണ് ഡെൽറ്റ ട്രാൻസ്ഫോമർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൂറൽ ആപ്ലിക്കേഷൻസിന് നമുക്ക് ഡെൽറ്റ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റാർ ട്രാൻസ്ഫോമർ മെയിനായിട്ട് യൂസ് ചെയ്യാം ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ലോ കറന്റ് ആപ്ലിക്കേഷൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാം. അതേസമയം സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുക സ്റ്റെപ്പ് ഡൗൺ ആപ്ലിക്കേഷൻസിനാണ്. നമ്മൾ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക സ്റ്റെപ്പ് ഡൗൺ ആപ്ലിക്കേഷനും, അതുപോലെ ഡെൽറ്റ സ്റ്റാർ യൂസ് ചെയ്യുക സ്റ്റെപ്പ് അപ്പ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ ഡെൽറ്റ സ്റ്റാർ യൂസ് ചെയ്യാം. ഇതിലൊരു എക്സെപ്ഷൻ വരുന്നത് ഇതാണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഒക്കെ എപ്പോഴും ഡെൽറ്റ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. അവിടെ പക്ഷേ ഉണ്ടാവുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത്, അതായത് ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്കാണ് പോകുന്നത്. പക്ഷേ നോർമലി ഡെൽറ്റ സ്റ്റാർ യൂസ് ചെയ്യുക സ്റ്റെപ്പ് ആപ്ലിക്കേഷൻസിനാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ മാത്രം ഡെൽറ്റ സ്റ്റാർ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് നമ്മൾ
യൂസ് ചെയ്യുക. ഏതിലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ നമ്മൾ ഡെൽറ്റ സ്റ്റാർ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ 4 സെറ്റ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിന്റെ അപ്ലിക്കേഷൻസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ട്രാൻസ്ഫോമറിന്റെ ഡിഗ്രിയും ആംഗിളും ഫേസ് ഡിസ്പ്ലേസ്മെന്റും നേരത്തെ കാണിച്ച് ഓർത്ത് വയ്ക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ തന്നിട്ട് അതിന്റെ അല്ലെങ്കിൽ y/0 അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അപ്ലിക്കേഷനും നേരത്തെ കാണിച്ച ആ ടേബിളും 4 ഗ്രൂപ്പുള്ള 0 ഡിഗ്രി 180 ഡിഗ്രി +30 -30 അതിന്റെ ആ ഒരു ഭാഗം നന്നായിട്ട് നോക്കിയിട്ട് പോകണം. അടുത്തത് 3 ഫേസ് ട്രാൻസ്ഫോമറിൽ നമുക്ക് നോർമലായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. ഡെൽറ്റയിൽ സ്റ്റാറിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് V ഫേസ് √3 ടൈംസ് V ഫേസ് ആയിരിക്കും. അതുപോലെ ലൈൻ കറണ്ടും ഫേസ് കറണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. സ്റ്റാറിന്റെ കേസിൽ, ഡെൽറ്റയുടെ കേസിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എപ്പോഴും ഈക്വൽ ആയിരിക്കും. നേരെ മറിച്ച് ലൈൻ കറണ്ട് √3 ടൈംസ് ഫേസ് കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 റിലേഷൻഷിപ്പ് ഓർത്തിരിക്കണം സ്റ്റാറിലും ഡെൽറ്റയിലും. അതുപോലെ 3 ഫേസ് ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 3 V ഫേസ് I ഫേസ് cos ∅ ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു √3 ടൈംസ് VL IL cos ∅. ലൈൻ വോൾട്ടേജ് വരുമ്പോൾ അതിലെപ്പോഴും ഒരു √3യുടെ ഒരു ഫാക്ടർ ഉണ്ടാവും. അതാണ് ഓർത്തിരിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എളുപ്പ മെത്തേഡ്. അതുപോലെ അടുത്തത് ഓർത്തിരിക്കേണ്ട ജസ്റ്റ് ഒരു പോയിന്റ് ആണ്, ഒരു ഡെൽറ്റ കപ്പാസിറ്റിയിലത്തെ ഒരു ഫേസ് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ആ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് ഒരു ഡെൽറ്റ ട്രാൻസ്ഫോമറിന്റെ ഒരു ഫേസ് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ VV ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് √3 ടൈംസ് 1/√3 ടൈംസ് ഡെൽറ്റ കപ്പാസിറ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ് 3 ഫേസ് ട്രാൻസ്ഫോമർ ഓർത്തിരിക്കേണ്ട ആയിട്ടത് ആ ഫേസ് ആംഗിൾ കാണിച്ചിരിക്കുന്ന 4 ഗ്രൂപ്പും അതിൽ ഏതൊക്കെ ട്രാൻസ്ഫോമേഴ്സ് ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. 2 മെയിനായിട്ട് അപ്ലിക്കേഷൻസ് ഓർത്തിരിക്കുക അതിന്റെ 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ. മൂന്നാമത്തെ ഓർത്തിരിക്കുന്നത് സ്റ്റാറിലും ഡെൽറ്റയിലും പ്രോബ്ലംസ് വരാണെങ്കിൽ, സാധ്യത കുറവാണ് വരാണെങ്കിൽ, ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിലെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത അവസാനത്തെ ടോപ്പിക്കാണ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. പാരലൽ ഓപ്പറേഷനും നമ്മുടെ ഇൻസ്ട്രക്ടർ ഗൈഡിന്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. 2 കണ്ടീഷൻ ഉണ്ട്, എസെൻഷ്യൽ കണ്ടീഷൻ ഉണ്ട്, ഡിസൈറബിൾ കണ്ടീഷൻ ഉണ്ട്. എസെൻഷ്യൽ കണ്ടീഷനിൽ മെയിൻ ആയിട്ട് 2 ട്രാൻസ്ഫോമറിന്റെ പാരലൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന 2 ട്രാൻസ്ഫോമറിന്റെ പൊളാരിറ്റി സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ 2 ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് റേഷ്യോയും വോൾട്ടേജ് റേറ്റിംഗും സെയിം ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് 2 സെറ്റ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിന്റെ ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. മൂന്നാമത്തത് നേരത്തെ പഠിച്ച ഫേസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഫേസ് ഗ്രൂപ്പിലത്തെ ട്രാൻസ്ഫോമേഴ്സ് മാത്രമാണ് നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ 4 പോയിന്റ് എസെൻഷ്യൽ ആണ്. അടുത്തത് ഡിസൈറബിൾ കണ്ടീഷൻസ് ആണ്. ഡിസൈറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 ട്രാൻസ്ഫോമറിന്റെയും X/R റേഷ്യോ ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ പെർ യൂണിറ്റ് ഇംപെഡൻസ് ദെയർ ഓൺ KVA, അവരുടെ തന്നെ KVA ആയിട്ട് പെർ യൂണിറ്റ് ഇംപെഡൻസ് കാണുമ്പോൾ അതിന്റെ വാല്യൂ 2 ട്രാൻസ്ഫോമറുടെയും ഈക്വൽ ആയിരിക്കണം. ഇതാണ് എസെൻഷ്യലും ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. 2 ട്രാൻസ്ഫോമറിൽ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള 6 കണ്ടീഷൻസ് ആണ്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്തത് 3 ഫേസിൽ പാരലൽ ഓപ്പറേഷൻ ഓർത്തിരിക്കുന്ന 2 പോയിന്റാണ്. ലീക്കേജ് ഇംപെഡൻസ്, ഓരോ ട്രാൻസ്ഫോമറിന്റെ ലീക്കേജ് ഇംപെഡൻസ് അതിന്റെ KVA റേറ്റിംഗിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. ലീക്കേജ് ഇംപെഡൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KVA റേറ്റിംഗ്. അപ്പോൾ ഏത് റേറ്റിംഗ് ആണോ, ഏത് KVA റേറ്റിംഗ് ആണ് കൂടുതൽ, ആ ട്രാൻസ്ഫോമറിനായിരിക്കും ലീക്കേജ് ഇംപെഡൻസ് കുറവ്. അതുപോലെ തന്നെ 2 ട്രാൻസ്ഫോമർ ഉണ്ട്, പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന 2 ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിൽ ZA എന്ന് പറയുന്നത് അതിന്റെ ഇംപെഡൻസ് ആണ്. അങ്ങനെ KVA ഷെയർഡ് ബൈ A ട്രാൻസ്ഫോമർ ഷെയർ ചെയ്യുന്ന KVA എന്ന് പറയുന്നത് ZA ഡിവൈഡ് ബൈ ZA പ്ലസ് ZB ഇൻറ്റു S ആണ്. S എന്ന് വെച്ചാൽ ടോട്ടൽ പവർ ഇൻ KVA, അതായത് A ട്രാൻസ്ഫോമറിന്റെയും B ട്രാൻസ്ഫോമറിന്റെയും രണ്ടിനും കൂടിയ KVA റേറ്റിംഗിന്റെ സമ്മാണ് S എന്ന് പറയുന്നത്. അതുപോലെ തന്നെ KVA ഷെയർഡ് ബൈ B എന്ന് പറയുന്നത് ZB ഡിവൈഡ് ബൈ ZA പ്ലസ് ZB ഇൻറ്റു S ആണ്. ഈ 2 റിലേഷൻഷിപ്പും ജസ്റ്റ് ഓർത്തിരിക്കാം. ലീക്കേജ് ഇംപെഡൻസ് KVA റേറ്റിംഗിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ KVA 2 ട്രാൻസ്ഫോമർ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്ര KVA ആണ് ഒരു ട്രാൻസ്ഫോമർ ഷെയർ ചെയ്യുക എന്നുള്ള റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ 2. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്തത് അവസാനത്തെ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കല്ല, ആദ്യം പറയേണ്ടതായിരുന്നു മറന്നുപോയി. ഇതാണ് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിന് നമുക്ക് കോർ ടൈപ്പ് ഉണ്ട്, ഷെൽ ടൈപ്പ് ഉണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ മെയിനായിട്ട് യൂസ് ചെയ്യുക ഹൈ വോൾട്ടേജ് അതുപോലെ തന്നെ ഹൈ പവർ ആപ്ലിക്കേഷൻസിനാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കോർ ടൈപ്പിൽ കോപ്പറിന്റെ റിക്വയർമെന്റ് കൂടുതലായിരിക്കും. അതുപോലെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ അത് ഒരു സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. എന്നാൽ ഷെൽ ടൈപ്പിൽ മെയിനായിട്ട് യൂസ് ചെയ്യുക ലോ വോൾട്ടേജ് ആൻഡ് ലോ പവർ ആപ്ലിക്കേഷൻസിനാണ് ഷെൽ ടൈപ്പ് യൂസ് ചെയ്യുക. അതിന് ലെസ് എമൗണ്ട് ഓഫ് കോപ്പർ മതി കമ്പയർഡ് ടു കോർ ടൈപ്പ്. അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. അപ്പോൾ ഈ 2 ഡിഫറൻസും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതോടെ ട്രാൻസ്ഫോമറിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ടർ ഗൈഡ് തന്നിരിക്കുന്ന സിലബസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. എല്ലാ പോയിന്റ്സും നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുൻപ് തലേദിവസം ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ നോക്കി പോയാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോമറിന്റെ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മെഷീനായിട്ട് വരാം. അടുത്ത മെഷീനിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.